മാരക രോഗങ്ങൾ കാരണം കുടുംബങ്ങൾ കടക്കെണിയിലാകുന്ന കാലത്ത് മാതൃകാ പദ്ധതിയുമായി മട്ടന്നൂർ നഗരസഭ. ഇത്തരം രോഗങ്ങൾ വരാതെ സൂക്ഷിക്കലാണ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഇതിനായി 50 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് രൂപം നൽകിയതായി ഭരണസമിതി മട്ടന്നൂരിൽ പറഞ്ഞു. 17ഓളം ചികിത്സാ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന നേതൃത്വം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മാരക രോഗങ്ങൾ ബാധിച്ചവരുടെ എണ്ണം സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അസുഖം വന്നാൽ ഓരോ കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഭദ്രത തന്നെയാണ് ഇല്ലാതാവുന്നത്. ഇത് എങ്ങനെ പരിഹരിച്ചു കൊണ്ടുവരണം? മാരക രോഗങ്ങൾ ബാധിക്കുന്നവരുണ്ട്, ജീവിതശൈലി രോഗങ്ങൾ ബാധിക്കുന്നവരുണ്ട്. ഇവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആശുപത്രികളിലെ സൗകര്യങ്ങൾ കൂട്ടാത്തതിനെക്കുറിച്ചാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നഗരസഭ നമ്മൾ ഈ ഭരണസമിതി പ്രത്യേകമായി ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു രോഗീരഹിത നഗരസഭയാക്കി മാറ്റാനുള്ള പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് തുടക്കം കുറിക്കുന്നത്. പൂർണ്ണമായും ജനകീയ ക്യാമ്പയിനായിരിക്കും. നമ്മളെ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ ആരംഭിക്കുന്നത് ഏതാണ്ട് 30 വയസ്സിന് ശേഷമാണ്. പക്ഷെ നമ്മളെ പരിഷ്കൃത സമൂഹം ഇപ്പോൾ ധരിക്കുന്നത് ഒരു 50 വയസ്സിന് ശേഷമേ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമെന്നാണ്. 30 വയസ്സിന് മുകളിൽ തന്നെ 30 വയസ്സാകുമ്പോൾ തന്നെ പരിശോധനകൾ ആവശ്യമായി ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തൻ്റെ ശരീരത്തിൽ വന്നിട്ടുണ്ടോ എന്നൊരു ആൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് പരിഹരിക്കാനും തൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും ഒരു രോഗമില്ലാത്ത രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ തൊഴിലെടുക്കാൻ സാധിക്കും. നിത്യേന നൂറുകണക്കിന് ആളുകളാണ് മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ചികിത്സ തേടുന്നത്. കയ്യിലുള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സ നടത്തി ഒടുവിൽ രക്ഷപ്പെടുന്നവരുടെ എണ്ണവും പലപ്പോഴും കുറവാണ്. അതല്ലെങ്കിൽ പണം തീർന്ന ശേഷം ഭാരിച്ച ചികിത്സാ ചെലവുകൾ താങ്ങാൻ കഴിയാതെ നാട്ടുകാരുടെ ദയാദാക്ഷിണ്യത്തിൽ ചികിത്സ നടത്തേണ്ടി വരുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. പ്രധാനമായും ജീവിതശൈലിയും ഭക്ഷണ രീതികളും വ്യായാമക്കുറവുകളുമാണ് ഒരു മനുഷ്യനെ രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. പുതിയ ജീവിത രീതിയും ആരോഗ്യശീലങ്ങളും സാമൂഹ്യ ഇടപെടലുകളുടെ ശക്തിയുമില്ലെങ്കിൽ രോഗികളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിലാണ് നഗരസഭ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന പദ്ധതിക്ക് രൂപം നൽകുന്നത്. രോഗങ്ങളില്ലാത്ത സമൂഹ സൃഷ്ടി എന്നതിലൂടെ മട്ടന്നൂർ നഗരസഭയിൽ രോഗങ്ങളും ജീവിതശൈലീ രോഗങ്ങളും ബാധിക്കുന്നവരുടെ എണ്ണം കുറച്ചുകൊണ്ടുവന്ന് സമ്പൂർണ്ണ രോഗരഹിത നഗരസഭയാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഇതിനായി ഓരോ വാർഡിലും പ്രത്യേക സംഘാടക സമിതികൾ രൂപീകരിച്ച് നഗരസഭയുടെ കീഴിലെ ആശുപത്രികൾ, സ്വകാര്യ ലാബുകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ ഓരോ വാർഡിലും കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവരെയും രോഗലക്ഷണങ്ങളും വ്യതിയാനങ്ങളും കണ്ടു തുടങ്ങുന്നവരെയും 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവരെയും പൂർണ്ണമായും പരിശോധനകൾക്ക് വിധേയമാക്കും. തുടർന്ന് ഇവരെ ഒരു നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവന്ന് സ്ക്രീനിംഗ് നടത്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, വ്യായാമ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെയും ഓരോ വ്യക്തിയെയും ബോധ്യപ്പെടുത്തി ആവശ്യമെങ്കിൽ ചികിത്സ ഉൾപ്പെടെ ഉറപ്പുവരുത്തി രോഗരഹിതരാക്കുന്ന ബൃഹത് പദ്ധതിയാണ് ഹെൽത്ത് ഈസ് വെൽത്ത്. നഗരസഭാ പരിധിയിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ സഹായവും ഉറപ്പുവരുത്തും. ഇതിനായി ബജറ്റിൽ 50 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളെയും കോർത്തിണക്കിക്കൊണ്ടാണ് നഗരസഭ മാതൃകാപരമായി ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.